കർത്താവ്, ഗുരുവായൂരപ്പൻ, കൊല്ലം സുധീര ആത്മാവ്, അങ്ങനെ ഗംഭീരമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ഒരു സീസണാണ്. ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. മുന്നേയൊക്കെ എങ്ങനെയാണ് ഈ പരിപാടിയുടെ റിവ്യൂ നടത്തിക്കൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നും ആയിട്ടില്ല. 3-4 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം സെറ്റാകുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കണ്ട 20 കണ്ടസ്റ്റൻസ്, ഞാൻ മാത്രം കണ്ട 21ാമത്തെ കൊല്ലം സുധിയുടെ ആത്മാവ്, അങ്ങനെ 21 ആളുകളാണ് എനിക്കിപ്പോൾ ഹൗസിൽ ഗെയിം കളിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. കൊല്ലം സുധിയുടെ ആത്മാവിന് ഈ ഗെയിമിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാവുന്ന കാര്യമാണ്. സുധി ചേട്ടാ, ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞ് കൊല്ലം സുധിയുടെ പ്രിയ പത്നി രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ ആൾക്കാർക്ക് തൃപ്തിയായി. കാരണം ഏറെ പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ്. അതേപോലെ തന്നെ ശാരികയുണ്ട്, മാന്തും കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നവിനുണ്ട്, ചൊറിയുന്ന അനീഷുണ്ട്. അനീഷൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ്. ഈ ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൈനോറിറ്റികളെ അവരുടെ പ്രാതിനിധ്യത്തെ ഉറപ്പാക്കുന്നത് പോലെയാണ് ഇപ്പോൾ സ്ത്രീവിരുദ്ധന്മാരെ ഉൾപ്പെടുത്തുന്നത്. അനീഷ് സ്ത്രീവിരുദ്ധൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഗംഭീരമായിരുന്നു. അതേപോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് യാതൊരു പണിക്കും പോവാതെ 3-4 വർഷമായിട്ട് ബിഗ് ബോസ് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കോമണർ എൻട്രിയിൽ കൂടെ അനീഷായിട്ട് അകത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ കലിപ്പ് നല്ലോണം എല്ലാ സ്ത്രീകളോടും ഉണ്ട്. പൊതുവേ സ്ത്രീവിരുദ്ധന്മാർക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും മൊത്തത്തിലുള്ള സ്ത്രീകളോടൊക്കെ നല്ല വെറുപ്പായിരിക്കും. ഏതായാലും അനീഷിനെ പഞ്ഞിക്കിടാനായിട്ടും അനീഷിനെ ഒതുക്കാനായിട്ടും പറ്റുന്ന ഇഷ്ടം പോലെ സ്ത്രീജനങ്ങൾ ഹൗസിലുണ്ട്. ആദില, നൂറ, അവരെ കാത്തിരുന്ന ഒരു വലിയ ആൾക്കാരുണ്ട്. നമ്മുടെ താത്താസിനും കാക്കാസിനും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. അവരെ മാത്രം കുറ്റം ഞാൻ പറയുന്നില്ല, എനിക്കും കാണേണ്ടതുണ്ട്. ലെസ്ബിയൻ കപ്പിൾ എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അവരുടെ ദിനങ്ങൾ എങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ചില ടാസ്കുകൾ അങ്ങ് ഏൽപ്പിച്ച് തന്നിരിക്കുകയല്ലേ. കടയിൽ പോയി സാധനം വാങ്ങണം, വണ്ടി പാർക്ക് ചെയ്യണം, വണ്ടി ഓടിക്കണം, കൂടുതൽ സമയം വണ്ടി ഓടിക്കണം. ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് ഇവരൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് റിസർവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇവരൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളും അവരുടെ ജീവിതം കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇനി കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളുടെയും പേര് സഹിതം എൻ്റെ ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അനീഷ് തറയലിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. ജോലിക്ക് പോകാതെ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് വളരെയധികം കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീവിരുദ്ധൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഇത്തിരി നമ്മുടെ രതീഷിനെയൊക്കെ പോലത്തെ വൈബുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്ന സമയത്ത് തന്നെ അനിമോളുടെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞ് അമ്പോ അത് ഭയങ്കര വിറ്റായിരുന്നു. അനിമോളെ ടി വിയിൽ കാണുമ്പോഴത്തേന് നല്ല സുന്ദരിയാണ്. ഇതെന്താണ് ഒരുമാതിരി നോർമലായിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് എന്തോ അബ്നോർമലായിട്ടുള്ള സംഗതിയാണ്. നോർമാലിറ്റികളെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു മച്ചാനാണ് അനീഷ്. അനീഷ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അറിയാൻ വലിയ ക്യൂരിയോസിറ്റി ഉണ്ട്. അനീഷിനെ പോലെയുള്ള മിടുക്കന്മാരെ ഒന്നും ദയവ് ചെയ്ത് വെറുപ്പിക്കലാണ്, ചൊറിയന്മാരാണ് എന്ന് വിചാരിച്ച് ആദ്യം തന്നെ എവിക്റ്റ് ചെയ്ത് വിടാതിരിക്കണം. അനീഷൊക്കെ അവിടെ നിൽക്കട്ടെ. അനീഷൊക്കെ അവിടെ നിന്നാലേ നമുക്ക് രസമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നീട് വന്നത് അനുവാണ്. ഫ്ലവേഴ്സിൻ്റെ കൊല്ലം സുധിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. ആ ഒരു പരിപാടിയിൽ കൂടെയൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള അനുവൊക്കെ ശരിക്കും ഡിസേർവിങ് ആണ് ബിഗ് ബോസിലെ ഒരു നല്ല കണ്ടസ്റ്റൻറ്റ്, എൻ്റർടൈനർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ മത്സരിക്കാൻ വേണ്ടി. അനു കുറച്ചൊക്കെ കരയും, പക്ഷേ കാര്യമായിട്ട് തന്നെ ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ആൾക്കാരും അനുവിനെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അനു ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് ആര്യൻ. കഴിഞ്ഞ തവണത്തെ അർജുനെയൊക്കെ പോലെ തന്നെ മിടുക്കനായിട്ടുള്ള സുമുഖനായിട്ടുള്ള മോഡലായിട്ടുള്ള പയ്യനാണ്. ഇനിയിപ്പോൾ കലാഭവൻ സാരികയാണ് വന്നത്. ആർട്ടിസ്റ്റാണ്. ധാരാളം ഷോസിൽ കൂടെയും ചെറിയ സ്കിറ്റിൽ സീരിയലുകളിൽ കൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശാരിക ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അവരൊക്കെ ഇങ്ങനെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ്, ഏറ്റവും മുതിർന്ന ഒരു മെച്യൂർ ആയിട്ടുള്ള സ്ത്രീ പാർട്ടിസിപ്പേഷൻ എന്നുള്ള രീതിയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരാളാണ്. അക്ബർ ഖാൻ നല്ല പാട്ടൊക്കെ പാടി വന്ന മെസ്സാനാണ്. നല്ലൊരു മെസ്സാനാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്ന് കണ്ട സമയത്ത് തോന്നി. ഞാൻ കഴിഞ്ഞ തവണ സെബിനോ ആളെ കുറിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, നല്ലൊരു മെസ്സാനാണെന്ന്. പക്ഷെ പിന്നീട് അയാൾ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അയാളുടെ പേര് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. RJ ബിൻസി. സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് സൂപ്പർ ഹാപ്പിയാണ് RJ ബിൻസി. കർത്താവിൻ്റെ അനുഗ്രഹത്തോടെയാണ് ബിഗ് ബോസിൻ്റെ ഹൗസിലേക്ക് വരുന്നത്. കർത്താവ്, ഗുരുവായൂരപ്പൻ, കൊല്ലം സുധീര ആത്മാവ്, അങ്ങനെ ഗംഭീരമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ഒരു സീസണാണ്.
അഡ്വക്കേറ്റ് ഒനിൽ സാബു, അദ്ദേഹം ഈ കോടതി വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ മാറി ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മച്ചാനാണ്. കിച്ചണൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മച്ചാനാണ്. പക്ഷേ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അടുക്കള കയറിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാൾ സീസണിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കിച്ചണിൽ നിൽക്കുന്ന ഒരു പരിപാടിയൊന്നും ഈ സീസണിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള 7 പണികളാണ് ബിഗ് ബോസ് അണിനിരത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ടീമുണ്ടല്ലോ, ഓരോ ഡ്യൂട്ടികൾ ചെയ്യുന്ന ആ ഒരു ടീമിനെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനാണ് നമ്മൾ ഏറെ ആഗ്രഹിച്ചിരിക്കുന്നത്. അതേപോലെ അവസാനം ആദ്യത്തെ ടാസ്കിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് ഒരു 3 ആളുകളിലേക്ക് ഇനീഷ്യൽ പവർ കിട്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ തവണ ആ ഒരു പവർ റൂം സ്ട്രാറ്റജിയൊക്കെ ഗംഭീര സാധനമായിരുന്നു. അത് പക്ഷേ അവസാനം കുളമായി നിർത്തി. എന്നാലും അങ്ങനെ കുറച്ച് ആളുകളിലേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഇനീഷ്യലി തന്നെ കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ അതിനെ എടുക്കും എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അടുത്തത് ബിന്നി നോബിൾ. ഒരു പണിയും കൂലിയില്ലാത്ത കുറേയധികം ആളുകളെ കൊണ്ടുവരുന്നു എന്നുള്ള ആ ഒരു ചീത്തപ്പേര് മാറ്റാനായിട്ട് ഇഷ്ടംപോലെ പ്രൊഫഷണൽസ് ഉണ്ട്. 2 അഡ്വക്കേറ്റ്, ഒരു ഡോക്ടർ, ബാക്കിയുള്ള എല്ലാ ആളുകളും നല്ല രീതിയിൽ അവരുടെ മേഖലകളിൽ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ ബിന്നി നോബിൾ ചൈനയിൽ നിന്ന് MBBS പാസ്സായ ഒരു വ്യക്തിയാണ്. ചൈനയിൽ നിന്ന് MBBS ഒക്കെ പാസ്സായി നാട്ടിൽ വന്ന് മറ്റേ എക്സാം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, ആ എക്സാമൊക്കെ എഴുതി ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ നേടി പിന്നീട് നീറ്റ് PG ക്കൊക്കെ ട്രൈ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ നല്ലത് ഇതായിരിക്കുമെന്ന്, ആക്ടിങ്ങും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് തോന്നിയതിൽ തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അത്ര വിഷമം പിടിച്ചൊരു പരിപാടിയാണ്. അവിടെ നിന്ന് വന്ന് ആ ഒരു ക്വാളിഫിക്കേഷൻ എക്സാം കഴിഞ്ഞ് ഇവിടെ നീറ്റ് PG ക്ക് വേണ്ടിയൊക്കെ ഇത്തിരി കഷ്ടപ്പാടാണ്. പിന്നീട് വന്നത് അഭിലാഷാണ്. ആക്ടർ, ഡാൻസർ, ക്രിക്കറ്റർ, ഇൻഫ്ലുവൻസർ, കപ്പിൾസ് ആണ് അവരെ ഞാൻ മുന്നേയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് അവരുടെ ആ ഒരു കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ. അദ്ദേഹം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഫീലും തരാത്ത രീതിയിലുള്ള പെർഫോമൻസ്, അത്ര കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ക്രിക്കറ്റൊക്കെ കളിക്കുന്നു, അദ്ദേഹം ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ തോന്നത്തില്ല. അദ്ദേഹത്തെ പോലുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടിപൊളി ഒരു മച്ചാൻ. റെന ഫാത്തിമ സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. നല്ല ഫണ്ണി ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് ആ കുട്ടി വന്നത്. 14 വയസ്സ് മുതൽ സെൽഫ് ഏബിൾഡ് ആയിട്ട് വളർന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള മുന്നേ ഉള്ള ചില കണ്ടസ്റ്റൻസിനെയൊക്കെ പോലെ തന്നെ പവർ കാണിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു. പക്ഷേ ഞാൻ മുന്നേ കണ്ടിട്ടില്ല, സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് മനസ്സിലായത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒത്തിരി ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുന്ന സമയത്ത് ഇവരൊക്കെ ആരാണ് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നത്. നമുക്കറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം അവരുടെ മേഖലകളിൽ മോശക്കാരായി മാറുമോ? ഇല്ല. എന്നെയൊക്കെ സംബന്ധിച്ച് അവർ വലിയ ഇൻഫ്ലുവൻസറാണ്. കാരണം അവർക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെക്കാളും വ്യൂസ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളിൽ പല ആളുകൾക്കും പ്രിയപ്പെട്ട കഴിവുറ്റ കലാകാരൻ, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒബ്സർവേഷനുള്ള ഒരു വ്യക്തി, മുൻഷി രഞ്ജിത്ത്. അദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് SJ സൂര്യയുടെ ഒരു ലുക്ക് ഫീൽ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഹൗസിൽ കുറച്ച് രസമുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരത്തിൽ നിന്ന് രസമാണ് അത് കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. അതൊക്കെ എത്രത്തോളം ഹൗസിലേക്ക് വരും എന്നുള്ളതറിയില്ല. നല്ലതായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനായിട്ടും അത് വെച്ചിട്ട് അമ്മാനം ആടാനായിട്ട് പറ്റുന്ന ശാരിക ഇവിടെ ഉണ്ടല്ലോ. അടുത്തതായി വന്നത് ജിസാൽ തക്രാൽ, അങ്ങനെയായിരുന്നു തോന്നുന്ന ആ പേര്. ഗംഭീര കക്ഷിയാണ്. നല്ല പ്രസൻസ് ഉണ്ട്, നല്ല ഹൈറ്റ്, നല്ല രസമുള്ള ഹൈറ്റ്. മോഡലാണ്, ബിസിനസ് വിമനാണ്. ഹിന്ദി ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ ബിഗ് ബോസിൽ അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. മലയാളികൾ കൂടുതലായുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മലയാളികൾ ഉള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ മലയാളികളില്ലാത്ത സ്ഥലമില്ല, അപ്പോൾ അവിടെയൊക്കെ ഉള്ള മലയാളികളായിട്ടുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ദുബായിൽ നിന്ന് സിറിയൻ വന്നിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ തവണയും നമ്മുടെ ശ്രീതു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ മുംബൈയിൽ നിന്നിട്ട് ജിസാൽ വരികയാണ്. അപ്പോൾ ജിസാലിന് മലയാളമൊക്കെ തട്ടിമുട്ടി പറയാനേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ മസ്റ്റാണ്. രസമാണ്. അപ്പോൾ ആ പുള്ളിക്കാരി ഉണ്ട്. പിന്നീട് വന്നത് ശാരിക, ഇൻ്റർവ്യൂവറാണ്. സ്ത്രീപക്ഷ ഐഡിയോളജികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് ശാരികയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശാരിക നമുക്കറിയാം, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഈ കണ്ടസ്റ്റൻസിനെ ഹോട്ട് സീറ്റിലിട്ട് പൊരിച്ച വ്യക്തിയാണ് ശാരിക. ശാരികയുടെ ഹോട്ട് സീറ്റ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ശാരിക ഓരോ വിവരക്കേടൊക്കെ ചോദിച്ച് അവരെ വെറുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാൾ നമ്മളോട് ഒരു ലോജിക്കും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞ് ആർക്കാണെങ്കിലും ദേഷ്യം വരും. അങ്ങനെ ലോജിക്കില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ശാരികയെ ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ശാരികയോടുള്ള സമീപനം മാറുമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്.
വേറൊരു ഇൻ്റർവ്യൂവർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഹോട്ട് സീറ്റുകൾ, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. ബിഗ് ബോസ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ചെറിയ രീതിയിൽ മൊത്തത്തിൽ ഓർമ്മയെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒത്തിരിയധികം കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതവണ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇത് മറന്ന് പിറ്റേ ദിവസം എപ്പിസോഡിൻ്റെ സമയത്ത് മാത്രം ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം വേറെ ഒത്തിരിയധികം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഓടേണ്ടതുണ്ട്. ശാരിക ഫെയർ ഗെയിമാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഫേക്ക് ഗെയിം കളിക്കുന്ന ആൾക്കാരുടെ ചീട്ട് കീറുമെന്നൊക്കെ പറയുന്നു. പിന്നീട് വന്ന് ഷാനവാസാണ്, സീരിയൽ ആർട്ടിസ്റ്റാണ്. കുങ്കുമപ്പൂവ് എന്ന് പറയുന്ന സീരിയലിൽ കൂടെ എല്ലാ ആളുകളുടെയും പ്രിയപ്പെട്ട ആളായി മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു സ്പോർട്സ്മാനാണ്, നല്ല സ്ട്രെങ്തൊക്കെ ഉണ്ട്, ജിമ്മിലൊക്കെ കൃത്യമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. കായിക മത്സരങ്ങൾ അല്ലെങ്കിൽ കായികക്ഷമത കൂടുതലുള്ള ആളുകൾക്ക് വിജയിക്കാൻ വരുന്ന ടാസ്കുകൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഇദ്ദേഹം ഒരു വെല്ലുവിളിയാകും. ഇത്തവണത്തെ പുരുഷന്മാരൊക്കെ അത്യാവശ്യം നല്ല ഫിറ്റായിട്ടുള്ള കായികക്ഷമതയുള്ള ആളുകളാണ്. നെവിൻ ജോർജ് എല്ലാവരെയും മന്താൻ വരുന്നവനാണ്. നെവിൻ്റെ ഇൻട്രോയും അദ്ദേഹത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. അവസാനത്തെ ആ ഒരു മാന്തൽ ഡയലോഗ് മാത്രം ഇത്തിരി ഓവറായിട്ട് തോന്നി. പക്ഷേ പ്രതീക്ഷയുള്ളൊരു ചെറുപ്പക്കാരനാണ്. നമ്മുടെ ഋഷിയുടെയൊക്കെ ഒരു വകഭേദമാണ്. ഈ കണ്ടസ്റ്റൻസിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു പാർട്ട്ണർ വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഒരു പാർട്ട്ണറെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, എങ്ങനെയുള്ള പാർട്ട്ണറാണ് വേണ്ടതെന്നൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റുള്ള ചോദ്യങ്ങളുണ്ട്. അതേപോലെ ഇവരെല്ലാവരും ഒരു പാർട്ട്ണറെ ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടിയാൽ കൊള്ളാം ബിഗ് ബോസിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിലൊക്കെയാണ്. ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു മൈൻഡിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന, പ്രണയത്തെ അപ്രോച്ച് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ് ഇതിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതിനകത്തൊരു ലവിനൊക്കെ പറ്റിയ ആൾക്കാർ അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ പ്രണയിക്കാൻ പറ്റുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവരും വിവാഹിതരൊക്കെയാണ്. ആദില, നൂറ അവർ രണ്ട് അപ്രായത്തിലുള്ള സ്ത്രീകളുടെ സ്ഥാനത്തേക്കാണ് കയറി വന്നത്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേന് എണ്ണം കുറഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ പ്രണയിക്കാൻ പറ്റുന്ന സ്ത്രീകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു പോയി. ഇനിയിപ്പോൾ രേണു സുധിയൊക്കെ വല്ല സെക്കൻഡ് മാരേജൊക്കെ ബിഗ് ബോസിൽ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു അവസരം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വന്നത് പ്രണയത്തിനായിട്ട് പോരാടിയ ആദില നൂറ. പ്രണയത്തിനായിട്ട് പോരാടിയ ഭയങ്കര സെൻസേഷൻ ഉണ്ടാക്കിയ ആൾക്കാരാണ് അവർ രണ്ടുപേരും. അവരെ കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ ഒരു പ്രണയം എങ്ങനെയായിരിക്കും നേരിട്ട് പരിചയമില്ലല്ലോ. വ്യത്യസ്തതകൾ നമുക്ക് കണ്ട് മനസ്സിലാക്കണമല്ലോ. എങ്ങനെയായിരിക്കും ഒരു കുടുംബമായിട്ട് അവർ ജീവിക്കുന്ന സമയത്ത്, ഗേ കപ്പിൾ, അതേപോലെ തന്നെ ലെസ്ബിയൻ കപ്പിൾ, എങ്ങനെയായിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ കാര്യങ്ങൾ. ഇപ്പം ഒരു പുരുഷനും സ്ത്രീ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും, പിന്നെ ജെൻഡർ റോളുകളുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകളും. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്? നമുക്ക് ചിലപ്പോൾ കണ്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരിക്കും. ഇവരെ എതിർക്കുന്ന ആൾക്കാർ അനുവദിച്ചെങ്കിൽ അത്ര ഹെയ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ എനിക്ക് എടുത്ത് പറയാനായിട്ട് തോന്നിയത് ഈ നൂറയുടെ കോസ്റ്റ്യൂം നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ട്. അതിൽ വന്നപ്പോഴത്തേനും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് വന്നത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. മുന്നേ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ റാൻഡമായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നല്ല പരിചയമൊക്കെ തോന്നി. അദ്ദേഹം ഹൈക്കോർട്ടിൽ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒരു മെച്യൂർഡായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. സ്ത്രീവിരുദ്ധനായിട്ടുള്ള അനീഷിനൊരു എതിരാളിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അഡ്വക്കേറ്റ്സിൻ്റെ ഒക്കെ അടുത്ത് പിടിച്ചു നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ രസമായിരിക്കും കാര്യങ്ങൾ. ശാരികയ്ക്ക് LLB എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അതിനകത്ത് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിൻസി കർത്താവിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ശൈത്യ ഗുരുവായൂരപ്പനെ പിടിച്ചിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ്. പിന്നീട് വന്നത് രേണു സുധി, സോഷ്യൽ മീഡിയ സ്റ്റാർ രേണു സുധി. ശരിക്കും ഈ ദാസേട്ടൻ കോഴിക്കോടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചങ്ങായി ഉണ്ട്. അയാൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനീ പറയുന്ന ടീമുകളിലൊക്കെ റീൽ കാണാറുണ്ട്. അപ്പോൾ ഈ റാൻഡമായിട്ട് ഇങ്ങനെ വരുമ്പോൾ കാണാറുണ്ട്, അല്ല ഞാൻ ഫോളോ ചെയ്യുന്നതല്ല. ഈ ദാസേട്ടൻ കോഴിക്കോട് രേണു സുധിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കുറേ ചെറിയ റീൽസൊക്കെ ഇറക്കിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ദാസേട്ടൻ ഇനി ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണോ പ്ലാൻ ചെയ്യുന്നത്. അയാൾ നല്ല രീതിയിൽ നാട്ടുകാരുടെ അടുത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങി. വിമർശനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ആട്ടും തുപ്പം തന്നെ ഏറ്റുവാങ്ങി. എന്നാൽ അത് ഗുണം ചെയ്തത് ശരിക്കും രേണു സുധിക്കാണ്. എന്തോരം മഞ്ഞ ചാനലുകളും എന്തോരം ഗോസിപ്പ് ചാനലുകളും ഒക്കെ രേണു സുധീനെ ഇങ്ങനെ പിറകെ നടന്ന് ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നത് വരെ അവരിങ്ങനെ പുറകെ ഒരു ജാഥയായിട്ട് നടക്കുകയായിരുന്നു. എല്ലാ ദിവസവും കൊല്ലം സുധിയുടെ ആത്മാവിന് വേദനിക്കും. ഇനി എത്ര ദിവസം കൊല്ലം സുധിയുടെ ആത്മാവ് വേദനിക്കും, കൊല്ലം സുധിയുടെ ആത്മാവ് ഒരു ദിവസം എത്ര തവണ വേദനിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വല്ലാതെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ ദിവസവും കൊല്ലം സുധിയുടെ ആത്മാവ് വേദനിച്ച ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇതുപോലെയുള്ള യൂട്യൂബേഴ്സ് പറയാറുണ്ട്. ഇതിപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൊല്ലം സുധിയുടെ ആത്മാവിനെ ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. പിന്നീട് വന്നത് അപ്പാനി ശരത്താണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറെ പ്രിയപ്പെട്ട കലാകാരനാണ്, ഡ്രാമ ആർട്ടിസ്റ്റാണ്, സിനി ആർട്ടിസ്റ്റാണ്. അദ്ദേഹം വളരെ കുറച്ച് സിനിമകളിലെ കഥാപാത്രങ്ങളിൽ കൂടെയാണ് നമുക്ക് ശ്രദ്ധേയനായിട്ടുള്ളത്. എന്നാലും നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. ഇത്രയധികം കണ്ടസ്റ്റൻസായി 20 പേരോളം ഹൗസിലേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം ബിഗ് ബോസിൻ്റെ സൗണ്ട്, ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ആ ഒരു ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നു. മുന്നേ നടത്തിയ ആ ഒരു ടാസ്ക് എന്താണെന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് വളരെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. ആ ഒരു ഗെയിം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇട്ട് കൊടുത്തു. ആ ഒരു ഗെയിമിൽ ജയിച്ച 3 ആളുകളെ പറഞ്ഞു, ആര്യൻ, ബിന്നി, ഷാനവാസ്. അപ്പോൾ ഈ 3 ആളുകൾക്ക് ഒരു സ്റ്റാർ ഇതൊക്കെ കിട്ടി. ഇവർക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ സാധനങ്ങളും ലഭിച്ചു, അത് ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ള ആളുകൾക്ക് പെട്ടിയിൽ പല സാധനങ്ങളില്ല, അത്യാവശ്യം വേണ്ട ചെറു വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ വസ്ത്രം, യൂണിഫോമാണ് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുക. കാരണം എന്താണ്, ഇവരാണ് ആ ഒരു ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടിയ ആ ഒരു ബാൻഡ്, ഒരു വെൽക്രോയൊക്കെ ഉള്ളൊരു സ്റ്റാറിൻ്റെ ഒരു സംഭവം കയ്യിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് തട്ടിയെടുക്കുന്ന ആൾക്ക്, അത് കൈവശപ്പെടുത്തുന്ന ആൾക്ക് ഇവരുടെ പെട്ടി തിരിച്ചെടുത്തിട്ട് പൂർണ്ണമായിട്ടും അവരുടെ പെട്ടി കിട്ടും, സ്റ്റോർ റൂമിലേക്ക് വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. ഇത് സൂക്ഷിച്ച് കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കാണ്. ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഈ ആളുകൾക്ക്. പവർ വന്നാൽ അങ്ങനെയാണ്, പവർ റൂമിൽ വന്നാലും പവർ വന്നാലും ഒക്കെ അങ്ങനെയാണ്. ഇതൊരു അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉള്ള ഒരു പരിപാടിയാണ്. അവരുടെ ആദ്യത്തെ ദിവസം തന്നെ വളരെ ഹെക്റ്റിക്കായി. അപ്പോൾ ഇതിനകത്ത് അമിത ആവേശക്കാരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അമിത ആവേശക്കാരും ഉറങ്ങുമല്ല, അവർ ഇന്ന് രാത്രി തന്നെ സ്റ്റാർ അടിക്കാനായിട്ട്, സ്റ്റാർ ആവാനായിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അമിതാവേശക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ലൈവ് കാണാനായിട്ട് ഞാൻ ഇത്തവണ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ലൈവ് വേണ്ട, നമുക്ക് ഈ ആളുകളുടെ പൾസ്, വ്യൂവേഴ്സിൻ്റെ ഒരു സൈക്കോളജി പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ലൈവ് കാണുന്നത് ഒരു 10,000, 10,000, 12,000, 14,000 ആൾക്കാരൊക്കെയാണ്. അത് ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ലവ് മേക്കിംഗ് ഒക്കെ ഉള്ള സമയത്ത് കൂടി പോകും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ ഇത് കാണുന്നുള്ളൂ. കേരളത്തിലെ ഇത് കാണുന്ന ആളുകളുടെ സംഖ്യ വെച്ച് നോക്കുന്ന സമയത്ത് ഈ എപ്പിസോഡ് കാണുന്ന ആളുകളാണ് ആർക്ക് വോട്ട് ചെയ്യണം, എന്തിന് വോട്ട് ചെയ്യണം, ആരെ നിലനിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞാൽ വോട്ടിങ്ങിലേക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു സംഭവം. അപ്പോൾ അത് കണ്ട് നോക്കട്ടെ, അത് കുറച്ച് ദിവസം കണ്ട് നോക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ വേറെ വ്യൂ പോയിൻ്റ് ആയിരിക്കും കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ കാര്യത്തിൽ. കാരണം നമ്മൾ ഈ ലൈവിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേന് ഈ PR ചാനലുകൾ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ എപ്പിസോഡ് കാണുമ്പോഴത്തേന് പല ആളുകളും ഇത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എപ്പിസോഡിനകത്തൂടെ ഇവരിങ്ങനെ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ തൊട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ക്യൂരിയോസിറ്റി കൊണ്ട് സമയമുള്ളപ്പോൾ ലൈവൊക്കെ എടുത്ത് വെച്ച് നോക്കും. ഈ തവണ ഞാൻ സ്ട്രിക്റ്റായിട്ട് കുറച്ച് ദിവസമെങ്കിലും, കുറച്ച് നാളെങ്കിലും എപ്പിസോഡ് മാത്രം കാണാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്നാലേ ഈ പുറത്തുള്ള ഡിസ്കഷനും നമ്മളുടെ ഒരു വ്യൂ പോയിൻറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ വളരെ റഫായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെയൊക്കെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതേപോലെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഈ ബിഗ് ബോസ് മാത്രം തലയിലിട്ട് കിടക്കാതെ മനസ്സിനേക്ക് ഒന്ന് ശാന്തമാക്കി നല്ല ഏതെങ്കിലുമൊക്കെ കോണ്ടൻറ്റ് ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം 2 വീഡിയോ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് കിടന്നുറങ്ങിക്കൊള്ളുക. നല്ല രസമുള്ള സൗണ്ടിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ പീസ് തരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചില വീഡിയോസിൽ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അത് കേൾക്കാം. നന്ദി.